ഫിഫ ലോകകപ്പിൽ ബ്രസീൽ ആദ്യ പോരാട്ടത്തിനായി കളത്തിലേക്ക്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 നടക്കുന്ന കളിയിൽ മൊറോക്കോ ആണ് എതിരാളികൾ. അതേസമയം പരിക്ക് മൂലം സൂപ്പർതാരം നെയ്മർ ജൂനിയർ കളിക്കാനുണ്ടാകില്ല. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. ഫിഫ വേൾഡ് കപ്പിനായി ന്യൂജേഴ്സി തയ്യാറായി കഴിഞ്ഞ് ഇന്നാണ് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൻ്റെ പേരൊക്കെ മാറ്റി ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയം എന്നായി. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ മത്സരം ആരംഭിക്കുന്നത്. ബ്രസീൽ മൊറോക്കോ ടീമാണ് ഇന്ന് ഏറ്റുമുട്ടുന്നത്. ബ്രസീൽ ടീം പരിശീലനം നടത്തുന്നത് ഈ ഗ്രൗണ്ടാണ്, ഈ പിംഗ്രി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന്. അവർ പരിശീലനം കഴിഞ്ഞപ്പോൾ രാവിലെ അവരുടെ ഹോട്ടലിലേക്ക് തിരിച്ചുപോയി. ഇനി 6 മണിക്കുള്ള മത്സരത്തിനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. കനത്ത സുരക്ഷയിലാണ് ഈ ടീമുകളെല്ലാം വരുന്നതും പോകുന്നതുമൊക്കെ. മൊറോക്കോ ടീമും അതുപോലെ ബ്രസീൽ ടീമും ഏറ്റുമുട്ടുന്നത് കാണാൻ ഏതാണ്ട് 80,000-ഓളം കാണികളാണ് ഇന്ന് ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. അതുമാത്രമല്ല, ബ്രസീൽ ടീമിൻ്റെ ഒരു ആക്രമണ കളിയാണ് നമ്മൾ ചോദിക്കുമ്പോൾ ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത്. മൊറോക്കോ ടീമും അവരുടെ ഒരു ക്ലാസിക് ഡിഫൻസ് ഒരു സ്റ്റൈലുണ്ടല്ലോ, അതാണ് അവരുടെ ആരാധകരും പ്രതീക്ഷിക്കുന്നത്. ന്യൂജേഴ്സിയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഒരുപാട് ആൾക്കാർ എത്തിക്കഴിഞ്ഞു. സൂപ്പർ താരം നെയ്മർ പരിക്ക് മൂലം കളിക്കാത്തത് തിരിച്ചടിയാണെങ്കിലും റാഫിഞ്ഞയും വിനീഷ്യസ് ജൂനിയറും ഉൾപ്പെടെ അവരുടെ മുന്നേറ്റ നിര ഫോമിലേക്ക് എത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളും കാനറികൾക്ക് കരുത്താകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആരാധകർ. കഴിഞ്ഞ തവണത്തെ സെമി ഫൈനലിസ്റ്റുകളാണ് മൊറോക്കോ ടീം. അതുമാത്രമല്ല, ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ അവരുടെ ഭാഗത്തു നിന്ന് ഒരു അട്ടിമറി പ്രതീക്ഷിക്കാം. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.